ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഉറച്ചു നിന്നാൽ ദൈവം വീര്യം പ്രവർത്തിക്കും. ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഏതൊക്കെ മേഖലകളിലാണ് ഉറക്കേണ്ടത്? തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാകുവിൻ. പ്രിയപ്പെട്ടവരെ, നാം ഉറക്കേണ്ട ഒന്നാമത്തെ മേഖല വിശ്വാസത്തിലാണ്. എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോട് കൂടെ. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നദിയിൽ കൂടി കടക്കുമ്പോൾ നദി നിന്റെ മീതെ കവിയത്തില്ല. തീയിൽ കൂടി കടന്നാൽ വെന്തുപോകത്തില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ എനിക്കുള്ളവൻ തന്നെ. പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെ വിശ്വാസം? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. എന്താണ് നമ്മുടെ വിശ്വാസം? ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു. നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാകണം. ഇത് മാറ്റമില്ലാത്ത വചനമാണ്. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെ ആയിരുന്നാലും, അത് മാറയായിരുന്നാലും, നിങ്ങൾ ഉറച്ചു നിൽക്കണം. ദൈവം കൂടെയുണ്ട്. വിശ്വാസത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെടരുത്. സന്തോഷം വരുമ്പോൾ, നന്മ വരുമ്പോൾ, വിടുതൽ കാണുമ്പോൾ ദൈവമുണ്ട്, നല്ലതാണ്. പക്ഷേ ജീവിതത്തിലൊരു മാറ വരുമ്പോൾ, ഒരു കയ്പ് വരുമ്പോൾ, ഒരു വേദന വരുമ്പോഴും ദൈവമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ വഴിയിലാണ്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ദൈവം കൂടെയുണ്ട്. ഇപ്പോൾ മാറയുണ്ടെങ്കിൽ എന്നാ, മുൻപിൽ 12 നീരുറവുണ്ടല്ലോ. ഇത് ദൈവത്തിൻ്റെ വഴിയാണ്. വിശ്വാസത്തിൻ്റെ സ്ഥിരത കൈവരിക്കണം. രണ്ടാമതായി നാം ഉറച്ചു നിൽക്കേണ്ട മേഖല പ്രത്യാശയിലാണ്. പ്രത്യാശയുടെ സ്ഥിരത കൈവരിക്കണം. പ്രിയപ്പെട്ടവർ, എന്താണ് നമ്മുടെ പ്രത്യാശ? മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്. ദൈവം നിങ്ങളുടെ അകത്തുണ്ട്. ഈ ഭൂമിയിലെ നമ്മുടെ പ്രത്യാശ, നമ്മുടെ കർത്താവ് നമ്മുടെ അകത്തുണ്ട്. എന്നാൽ ഈ ഭൂമി കൊണ്ട് മാത്രം തീരുന്നൊരു പ്രത്യാശയല്ല ദൈവം നമുക്ക് തന്നത്. നമ്മുടെ കർത്താവായ യേശു മടങ്ങി വരും. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച നമുക്ക് രൂപാന്തരമുണ്ടാകും. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ അക്ഷയരായി എഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശ സ്ഥിരമാണ്, നിശ്ചയമാണ്, മാറ്റമില്ലാത്തതാണ്. നാം അതിൽ ഉറച്ചു നിൽക്കണം. നാം ഇന്നലകളിൽ പാപികളായിരുന്നു, ശത്രുക്കളായിരുന്നു, ദുഷ്പ്രവൃത്തിക്കാരായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ നമ്മൾ അവകാശികളാണ്, മക്കളാണ്. മാറ്റമില്ലാത്ത പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, മാറാൻ പാടില്ല. എത്ര വലിയ കാറ്റടിച്ചാലും, പ്രതികൂലം ശക്തമായാലും പ്രത്യാശയിൽ നിന്ന് ഇളകരുത്. പ്രത്യാശയുടെ സ്ഥിരത കൈവരിക്കണം. മൂന്നാമതായി തിരുവെഴുത്ത് പറയുന്നു, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പൻ. പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്ത് പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ്. ശുശ്രൂഷ തുടർന്നത് പ്രാർത്ഥനയിലാണ്. ഈ ഭൂമിയിൽ ശുശ്രൂഷ തികച്ചു മടങ്ങുന്നത് പ്രാർത്ഥനയിലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലും സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ സ്ഥിരത കൈവരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നം, നാം ഉറച്ചു നിൽക്കുന്നില്ല,
പ്രാർത്ഥനയിൽ സ്ഥിരതയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കാലിടറുന്നത്, പടകുലയുന്നത്. നാം വിശ്വാസത്തിലും പ്രത്യാശയിലും പ്രാർത്ഥനയിലൊക്കെ സ്ഥിരതയോടെ മുൻപോട്ട് പോയാൽ തിരുവെഴുത്ത് പറയുന്നു, ദൈവം വീര്യം പ്രവർത്തിക്കും. അതുമാത്രമല്ല, നാലാമതായി സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകണം. പ്രവൃത്തിയിലൊരു സ്ഥിരത ഉണ്ടാകണം. വാക്കിലൊരു സ്ഥിരത ഉണ്ടാകണം. വാക്കും പ്രവൃത്തിയും ഒരുപോലെ പോകണം. നമുക്കൊരു ജീവിതമുണ്ട്. പ്രസംഗമല്ല ജീവിതം, ജീവിതമാണ് പ്രസംഗം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ ശക്തിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്. നിങ്ങളുടെ ജീവിതത്തിൽ യേശു വെളിപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പ്രസംഗമാണ്. പ്രിയപ്പെട്ടവരെ, പ്രവൃത്തിയിൽ സ്ഥിരതയുള്ളവരാകണം. നിങ്ങളിൽ ദൈവം ആരംഭിച്ച പ്രവൃത്തി അത് ക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കണം, സ്ഥിരത കൈവരിക്കണം. അങ്ങനെ ഉറച്ചു നിന്നാൽ വചനം ഉറപ്പ് തരികയാണ്, ദൈവം വീര്യം പ്രവർത്തിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.